ഹായ് കൂട്ടുകാരെ, നമ്മൾ സാധാരണയായി ഇലക്കറിയായി ഉപയോഗിക്കുന്ന കുറേ ഇലവർഗ്ഗങ്ങളുണ്ട്. ചീരയില, മുരിങ്ങയില, മത്തൻ്റെ ഇല, കാബേജ്, പയറിൻ്റെ ഇല തുടങ്ങിയ ഇലകൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ കളയായി നിൽക്കുന്ന, മറ്റുള്ള രാജ്യങ്ങളിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാരാളം ചെടികളുണ്ട്. അത്തരം ഒരു ചെടിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ ചെടിയുടെ പേര് കോമൺ പഴ്സലൈൻ എന്നാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം പോർട്ടുലാക്ക ഒലിറേഷ്യ എന്നാണ്. നമ്മുടെ 10 മണി ചെടിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സക്കുലൻ്റ് പ്ലാന്റ് ആണ്. നമ്മുടെ വയലിലൊക്കെ പുല്ലുപോലെ കാട് പിടിച്ച് തളിർത്ത് വളരുന്ന ഒരു കളസസ്യമാണ് കോമൺ പഴ്സലൈൻ എന്ന് പറയുന്ന കൊഴുപ്പ. കേരളത്തിൽ ഇങ്ങോളം കണ്ടുവരുന്ന ഒരു കളസസ്യമാണ് കൊഴുപ്പ. ഭക്ഷ്യയോഗ്യമായ ഒരു കളസസ്യം എന്ന് പറയാം. പരിപ്പ് ചീര, ഉപ്പ് ചീര, മീനാങ്കണ്ണി ചീര, കോഴിച്ചീര, മത്തൻ ചീര, ഇറച്ചിച്ചീര എന്നെല്ലാം ഇതിന് പേരുകളുണ്ട്. സാമ്പാറിൽ പരിപ്പിന് പകരം ഇത് ചേർത്താൽ നല്ല കൊഴുപ്പ് കിട്ടും. അതുകൊണ്ടാണ് പരിപ്പ് ചീര എന്ന് ഇതിനെ പറയുന്നത്. അതുപോലെ കുതിരൻ പല്ലൻ ചീര എന്നും പറയും. പൂവ് ഒരല്പസമയം മാത്രം വിരിഞ്ഞു നിൽക്കും. ഇലക്കറിയായി പാചകം ചെയ്തും പച്ചയ്ക്കും ഭക്ഷിക്കാം. ഇതിൽ വളരെ ചെറിയ ഒരു മഞ്ഞ പൂവ് വിരിയും. ഈർപ്പം നിറഞ്ഞ പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും ഒരു കളസസ്യമായിട്ടാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറമുള്ള തണ്ടും പച്ച ഇലകളും ചെറിയ മഞ്ഞ പൂവുകളും ഉണ്ടാകുന്നു. ഇതിൻ്റെ വിത്ത് മണ്ണിൽ വീണാൽ 40 വർഷം വരെ കേടാകാതെ കിടക്കുമെന്ന് പറയപ്പെടുന്നു. ചിത്രശലഭങ്ങളുടെ മെയിൻ ആഹാരമാണ് ഇതിൻ്റെ ഇലകൾ. ഇലക്കറിയായും സാലഡ്, ജ്യൂസ്, സൂപ്പ് ഇവ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാം. ചിലരൊക്കെ കൊഴുപ്പത്തണ്ട് അച്ചാറിടാനും ഉപയോഗിക്കാറുണ്ട്. ഉപ്പും പുളിപ്പും കലർന്ന രുചിയാണ് കൊഴുപ്പയ്ക്ക്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ് കൊഴുപ്പ. അർഹിക്കുന്ന പരിഗണന കിട്ടാത്ത ഈ കളസസ്യം പോഷകങ്ങളുടെ കലവറ തന്നെയാണ്. ഒരു ഔഷധ സസ്യം കൂടിയാണ്. ഗണ്യമായ തോതിൽ കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാഷ്യം എന്നീ ധാതുക്കളും വിറ്റാമിൻ എ, ബി, സി എന്നിവയും ഒമേഗ 3 ഫാറ്റി ആസിഡും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉപ്പ് ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. പഴ്സലൈനിൽ കൂടിയ അളവിൽ ഓക്സലേറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ കിഡ്നി സ്റ്റോൺസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അലർജി റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസുകളും ഉണ്ട്. മറ്റുള്ള ഇലക്കറികളോടൊപ്പം വല്ലപ്പോഴും നമുക്ക് ഇത്തരം കറികളും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.